നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആരും നേരിട്ട് തിരഞ്ഞെടുക്കുന്നതല്ല. നമ്മൾ ജയിക്കുന്ന പാർട്ടിയുടെ നേതാവ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല. നേരത്തെ തന്നെ പ്രസിഡന്റ് ആകാൻ താല്പര്യമുള്ളവർ മത്സര രംഗത്തിറങ്ങുന്നു. അതും ആ പാർട്ടിയിലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു വരണം. അമേരിക്കയിലെ റിപ്പബ്ലിക് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് പ്രധാനപ്പെട്ട പാർട്ടികൾ. ഈ രണ്ട് പാർട്ടിയുടെയും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ആ പാർട്ടി അംഗങ്ങൾക്ക് രംഗത്ത് വരാം. അവർ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തി അവരുടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന നേതാവായി മാറണം. അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായത് അങ്ങനെയാണ്. പല ഘട്ടങ്ങളിലായി നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അണികൾ ഡൊണാൾഡ് ട്രംപിനെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു. 78 വയസ്സുള്ള ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി മത്സര രംഗത്താണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പക്ഷേ ഇക്കുറി അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. പൊതുവെ അമേരിക്കയുടെ രീതി അതാണ്. ഒരു സ്ഥാനാർത്ഥി ജയിച്ച് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വട്ടം കൂടി കൊടുക്കും. അതുകൊണ്ട് തന്നെ അത്തവണ ആ പാർട്ടിയിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ വീണ്ടും മത്സരിച്ചത്. പക്ഷെ ട്രംപ് തോറ്റുപോയി. അതുകൊണ്ടാണ് ട്രംപ് ഇക്കുറി മൂന്നാം തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു, പ്രസിഡന്റായി. സ്വാഭാവികമായും ബൈഡന് ഒരു ഊഴം കൂടി കൊടുക്കുക അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ രീതിയാണ്. അത് ഡെമോക്രാറ്റിക് പാർട്ടിയും കൊടുത്തു. എന്നാൽ 81-കാരനായ ബൈഡന് പൂർണ്ണമായും ആരോഗ്യം നശിച്ചിരിക്കുന്നു, ഓർമ്മ നശിച്ചിരിക്കുന്നു. എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല, നടന്നാൽ തളർന്നു വീഴും. ഒരു പാവയെപ്പോലെ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തുടരുന്നു. അങ്ങനെ ഒരു പാവയെ തുടരാൻ അനുവദിക്കണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നു. പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാരമ്പര്യമനുസരിച്ച് ബൈഡൻ ഒരവസരം കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ബൈഡനും ട്രംപും തമ്മിലുള്ള മത്സരമായി ഇത് മാറിയത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഒരു വർഷം മുമ്പ് തന്നെ ഡിബേറ്റിലൂടെ, പലതരത്തിലുള്ള ഡിബേറ്റുകളിലൂടെ, പല മത്സരങ്ങളിലൂടെ അതാത് പാർട്ടികൾ തിരഞ്ഞെടുക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള അതാത് പാർട്ടികളുടെ കൺവെൻഷനിലാണ്. അടുത്ത മാസം 15-നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷൻ, ജൂലൈ മാസം 15-ന്. അപ്പോൾ ജൂലൈ 15-ന് ട്രംപിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. അതേസമയം അതിൽ സംശയമൊന്നുമില്ല. കാരണം പ്രൈമറി തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നതാണ് ട്രംപ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഡെമോക്രാറ്റിക് പാർട്ടി ഒരു അവസരം കൂടി ബൈഡന് കൊടുത്തതുകൊണ്ട് അവിടെ പ്രൈമറി തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷൻ നടക്കുന്ന ഓഗസ്റ്റ് മാസം 19-നാണ്. അതിനുശേഷമാണ് മത്സരം യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട 2 TV ഡിബേറ്റുകളുണ്ട്. 2 സ്ഥാനാർത്ഥികളും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന TV ഡിബേറ്റുകളാണ്. ആദ്യത്തെ ഡിബേറ്റ് ജൂൺ മാസം 27-ന് മിനിഞ്ഞാന്നായിരുന്നു. രണ്ടാമത്തെ ഡിബേറ്റ് സെപ്റ്റംബർ 10-നാണ്. ആദ്യത്തെ ഡിബേറ്റിൽ 8 നിലയിൽ പൊട്ടി താഴെ വീണിരിക്കുകയാണ് പ്രസിഡന്റ് ബൈഡൻ. ബൈഡൻ എന്താണ് പറയുന്നതെന്ന് ബൈഡന് തന്നെ ഓർമ്മയില്ലാതെ പോയി. ബൈഡൻ ഒരു സെന്റൻസ് പോലും കൃത്യമായി പൂർത്തിയാക്കിയില്ല. 1.5 മണിക്കൂറായിരുന്നു ഡിബേറ്റ് നോക്കണം. ബൈഡൻ അവിടെ നിന്നത് തന്നെ ഒരു അന്യഗ്രഹ ജീവിയെ പോലാണ്. എന്താണ് ട്രംപ് പറയുന്നതെന്നോ ചോദിക്കുന്നതെന്നോ മനസ്സിലാവുന്നില്ല. അത് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഒരു സെന്റൻസ് കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഓർമ്മ നശിച്ച ഒരാളെ പോലെ നിന്ന് ബൈഡൻ അക്ഷരാർത്ഥത്തിൽ നാണം കെടുകയായിരുന്നു. ബൈഡന് ജയ് വിളിക്കാൻ വേണ്ടി എത്തിയ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകർ നാണം കെട്ട് മുഖം തിരിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടുകയായിരുന്നു ബൈഡൻ. ഇതോടെ ബൈഡനുള്ള നിഷ്പക്ഷ സമൂഹത്തിന്റെ പിന്തുണ പൂർണ്ണമായും ഇല്ലാതായി. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗം ബൈഡനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക പ്രയാസമാണെന്ന് തിരിച്ചറിഞ്ഞു. പ്രായത്തിന്റെ പേരിൽ അവിടെ ഒരു വിവേചനമില്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കിഴവൻ എന്നുള്ള ആരോപണമൊന്നുമില്ല. മാത്രമല്ല 81 വയസ്സാണ് ബൈഡനുള്ളത്. ട്രംപിന് 78 വയസ്സുണ്ട്. 3 വയസ്സ് വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമല്ല. പക്ഷെ ട്രംപ് ഇപ്പോഴും ചുറുചുറുക്കോടെ, കൃത്യതയോടെ, വ്യക്തതയോടെ സംസാരിക്കുമ്പോൾ ബൈഡന് ബോധം നശിച്ചിരിക്കുന്നതാണ് ഈ ഡിബേറ്റിലൂടെ തിരിച്ചറിഞ്ഞത്. കാർ ക്രാഷ് ഡിബേറ്റ് എന്നാണ് ഇതിനെക്കുറിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ക്രാഷ് ചെയ്തിരിക്കുന്നു, കാറിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു ബൈഡൻ. ഇതോടെ ഡെമോക്രാറ്റിക് പാർട്ടി വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. ഇപ്പോൾ തന്നെ ട്രംപും ബൈഡനും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. ട്രംപിനാണ് നേരിയ മുൻതൂക്കമുള്ളത്. എല്ലാ ഒപ്പീനിയൻ പോളുകളിലും നേരിയ മുൻതൂക്കം, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നേരിയ മുൻതൂക്കം ട്രംപിനാണ്. സമ്പദ് വ്യവസ്ഥ കാക്കുന്നതിന് വേണ്ടി ട്രംപിനെ തെരഞ്ഞെടുക്കണം, ജനാധിപത്യം കാക്കുന്നതിന് വേണ്ടി ബൈഡനെ തെരഞ്ഞെടുക്കണം എന്നാണ് അമേരിക്കൻ ജനതയുടെ പൊതുവികാരം. ട്രംപ് ഒരു ടൈമിൽ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് അമേരിക്കൻ രീതിക്ക് നിരക്കാത്ത പല തീരുമാനങ്ങളും എടുത്തു എന്ന പരാതി അമേരിക്കക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ജനാധിപത്യത്തിന്
അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം അവിടെയുണ്ട്. അവർ വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, ട്രംപിനെതിരെയുള്ള ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ ന്യൂയോർക്ക് ടൈംസ് ആണ്. ന്യൂയോർക്ക് ടൈംസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന, ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരണമെന്ന് വിശ്വസിക്കുന്ന, ട്രംപ് ഒരു കാരണവശാലും അധികാരത്തിൽ വരരുതേ എന്ന് വിശ്വസിക്കുന്ന പത്രമാണ്. ട്രംപ് ജനാധിപത്യത്തിനെതിരാണ്, അമേരിക്കൻ സംസ്കാരത്തിനെതിരാണ് എന്ന് വിശ്വസിക്കുകയും പരസ്യമായി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. ഈ ന്യൂയോർക്ക് ടൈംസ് പോലും ബൈഡനെ കൈവിട്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നലത്തെ ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ടു സെർവ് ദ കൺട്രി, പ്രസിഡന്റ് ബൈഡൻ ഷുഡ് ലീവ് ദ റേസ്. രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് ബൈഡൻ മത്സരത്തിൽ നിന്നും ഒഴിയണം എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട്. അതായത് ട്രംപ് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ട്രംപിനെ തടയാൻ ബൈഡന് സാധ്യമല്ല. ട്രംപിനെ തടയണമെങ്കിൽ, രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ, രാജ്യത്തെ സേവിക്കണമെങ്കിൽ ബൈഡൻ ഉടനടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം, താൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കണം എന്ന് പരസ്യമായി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ന്യൂയോർക്ക് ടൈംസ് ആണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിലെ മറ്റു മാധ്യമങ്ങൾ, പാശ്ചാത്യ ലോകത്തെ മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയാക്കിയിരിക്കുന്നത്. ബൈഡന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് ഈ ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയൽ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം ന്യൂയോർക്ക് ടൈംസ് ട്രംപ് വിരുദ്ധരാണ്, റിപ്പബ്ലിക്കൻ വിരുദ്ധരാണ്. എങ്ങനെയെങ്കിലും അവരെ തടയണം, ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരണമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതോടുകൂടി ഭാവി തുലാസിലായിരിക്കുന്നു. ബൈഡനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒബാമ അടക്കമുള്ള ഡെമോക്രാറ്റ് നേതാക്കൾ, മുൻ പ്രസിഡന്റാണെന്ന് ഓർക്കണം, മാനസികമായി ബൈഡനെ ട്രംപിനെ തളയ്ക്കാനുള്ള ശേഷിയില്ല എന്ന വിശ്വാസത്തിലേക്ക് മാറിയിരിക്കുന്നു. പലപ്പോഴും പൊതുവേദിയിൽ വെച്ച് ബൈഡനെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചെടുത്തിട്ടുള്ളത് ഒബാമയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വലിയ ഷോയിൽ പങ്കെടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് അന്തിച്ചു നിൽക്കുന്ന ബൈഡന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒബാമ പോകുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു. ഒരു തരത്തിലും ബൈഡന് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് അറിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ബൈഡന്റെ ഓർമ്മ പോലും നഷ്ടപ്പെട്ടു എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ഡിബേറ്റിൽ അക്ഷരാർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്നു ബൈഡൻ. ഡെമോക്രാറ്റിക് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് എങ്ങനെ ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റുമെന്നതാണ്. എന്നാൽ സ്ഥാനാർത്ഥിയെ മാറ്റിയില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചേക്കും എന്ന ഒരു ആശങ്ക ഡെമോക്രാറ്റുകൾക്കുണ്ട്. ട്രംപിനെതിരെയുള്ള വലിയ തോതിലുള്ള പ്രചരണം നടക്കുമ്പോഴും ട്രംപിന് അനുകൂലമായ സാഹചര്യമുണ്ട്. ട്രംപ് അനേകം കേസുകളിൽ പ്രതിയാണ്. ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചു, പ്രസിഡന്റ് കസേരയിൽ നിന്നും തോറ്റിട്ടും ഇറങ്ങിപ്പോവാതിരിക്കാൻ അവിടെ വലിയ വിപ്ലവം നടത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമൊക്കെ ട്രംപിനെതിരെയുണ്ട്. പല കോടതികൾ ട്രംപിനെ കുറ്റക്കാരനെ വിധിച്ചിട്ടുണ്ട്. അതൊക്കെ സ്റ്റേയിലാണ്, അപ്പീലിൽ കിടക്കുകയാണ്. പക്ഷെ ട്രംപ് എന്നിട്ട് മത്സരിക്കുന്നു. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ നയങ്ങൾക്ക് ഉചിതമല്ല. ട്രംപ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന ആളാണ്, കുടിയേറ്റക്കാർക്കെതിരാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ശക്തമാണ്. ട്രംപ് ഒരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റ് ആവരുത് എന്ന് വാശിയുള്ള അനേകം പേരുണ്ട്. പക്ഷെ ട്രംപിനെ തടയണമെങ്കിൽ ബൈഡന് സാധ്യമല്ല എന്ന സാഹചര്യമുണ്ട്. എന്ന് മാത്രമല്ല, അത്തരമൊരു സാഹചര്യത്തിൽ പൊതുവെ അടുത്ത സ്ഥാനാർത്ഥിയായി വരുന്നത് വൈസ് പ്രസിഡന്റാണ്. നമുക്കറിയാം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാനുള്ള പാർട്ടിയിലെ പ്രൈമറി മത്സരത്തിൽ രണ്ടാമതെത്തുന്ന ആളാണ് പലപ്പോഴും വൈസ് പ്രസിഡന്റായി മാറുന്നത്. 30-ാമത്തെ വയസ്സിൽ സെനറ്ററായ ചുറുചുറുക്കുള്ള നേതാവായിരുന്നു ബൈഡൻ. പക്ഷെ പിന്നീട് 2 തവണ പ്രസിഡന്റ് ആകാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ച് 88-ലും 2008-ലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ബൈഡൻ രംഗത്ത് വന്നെങ്കിലും തോറ്റുപോയി. ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ ഇപ്പോൾ ബൈഡന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് കമല ഹാരിസ് ആണ്. ഈ കമല ഹാരിസിലേക്ക് പോകുമോ? അതൊരിക്കലും അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം കമല ഹാരിസിനെ ട്രംപിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തോന്നൽ ഡെമോക്രാറ്റുകൾക്കുണ്ട്. കാരണം ഇന്ത്യൻ ആഫ്രിക്കൻ വംശജയായ കമല ഹാരിസ് പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിച്ചാൽ ട്രംപിന്റെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഡെമോക്രാറ്റുകൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവർക്ക് പകരക്കാരിയായി കമല ഹാരിസിനെ ഇറക്കാനും സാധ്യമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി. ഓഗസ്റ്റ് മാസം 19-ാം തീയതിക്ക് മുമ്പ് തീരുമാനമെടുക്കണം. ഓഗസ്റ്റ് 19-നാണ് ഡെമോക്രാറ്റ് പാർട്ടിയുടെ കൺവെൻഷൻ. അവിടെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ട് എത്രയും വേഗം ബൈഡൻ പിന്മാറണം, സ്വയം പിന്മാറണം എന്നാണ് ആവശ്യമുയരുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി മത്സര രംഗത്തു നിന്ന് 1-ാമത്തെ TV ഡിബേറ്റിന് ശേഷം പിന്മാറുന്ന സ്ഥാനാർത്ഥിയായി ബൈഡൻ മാറിയെന്ന് വരാം. ബൈഡൻ മാറിയില്ലെങ്കിൽ ഉറപ്പായും ട്രംപ് ജയിക്കുന്ന സാഹചര്യമാണുള്ളത്. ബൈഡൻ മാറിയാലും എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടും? വൈസ് പ്രസിഡന്റായിരിക്കുന്ന കമല ഹാരിസിനെ ബോധപൂർവം ഒഴിവാക്കിയാൽ ഈ ആഫ്രിക്കൻ ഏഷ്യൻ വംശജരുടെ എതിർപ്പുണ്ടാകും. ഈ ഡെമോക്രാറ്റുകളുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഏഷ്യൻ വംശജരാണ്. അവരും വിവേചനം നടത്തി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതേസമയം കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വെള്ളക്കാർക്കിടയിൽ അതൃപ്തി ഉണ്ടാകും. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. ബൈഡൻ ഒഴിയുന്ന സാഹചര്യമുണ്ടായാൽ
ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ മുമ്പിൽ മിഷിഗൺ ഗവർണറായ ഗ്രച്ചൻ വിറ്റ്മറാണ്. കൂടാതെ കാലിഫോർണിയ ഗവർണർ ഗവിൻ ന്യൂസം, ഇലിനോയിസ് ഗവർണർ JB പ്രിറ്റ്സ്കർ, പെൻസിൽവാനിയ ഗവർണർ ജോഷ് എന്നിവരും പകരക്കാരനായി വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. എന്തായാലും അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ പ്രതിസന്ധിയിലാണ്. അവർക്ക് വൃദ്ധനും രോഗിയുമായ ജോ ബൈഡനെ മാറ്റിയേ മതിയാവൂ എന്ന സാഹചര്യമുണ്ട്.